മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിവാദനം ചെയ്യുന്നു. മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കണം എന്ന വചനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ബൈബിളിലെ ഭാഗം വിതക്കാരൻ്റെ ഉപമ എന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞ കഥയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലാണ് വിതക്കാരൻ്റെ കഥ. നമുക്കറിയാം, വിതക്കാരൻ വിതയ്ക്കാൻ പോയപ്പോൾ നല്ല വിത്താണ് എല്ലാം കൊണ്ടുപോയത്. അതായത് കഴിഞ്ഞ വർഷത്തെ നെല്ല് കൊയ്തെടുത്ത് അത് പാറ്റിയെടുത്ത് അത് ഉണങ്ങിയെടുത്ത് വിത്തായി കെട്ടി സൂക്ഷിച്ചത്. ആ വിത്തെല്ലാം വിതച്ചാൽ നെൽക്കതിരായി വരേണ്ടതാണ്. പക്ഷെ അതിൽ എല്ലാം ഒരേപോലെ അല്ല കതിരായി ഫലമായി മാറിയതെന്ന് ഈശോ സൂചിപ്പിച്ചു. ചിലത് പക്ഷി കൊത്തിക്കൊണ്ടുപോയെന്നും ചിലത് പാറപ്പുറത്ത് വീണിട്ട് അത് മുളച്ചു പൊങ്ങിയെങ്കിലും വേരില്ലാത്തതിനെ കരിഞ്ഞു പോയെന്നും ചിലത് മുള്ളുകൾക്കിടയിൽ വീണെന്നും ചിലത് മാത്രമാണ് നല്ല നിലത്ത് വീണെന്നൊക്കെയാണ് ഈശോ പറഞ്ഞ കഥയുടെ സാരാംശം. ഈ വിതക്കാരൻ്റെ കഥയിലെ 3-ാമത്തെ വിത്തിൻ്റെ കാര്യം ഞാൻ ഓർക്കും. അത് വീണത് നല്ല നിലത്ത് തന്നെയാണ്. പക്ഷേ അതിനൊപ്പം കളകൾ വളർന്നു. ഈ കളകൾ കാരണം ഈ നെൽച്ചെടി ഞെരുങ്ങിപ്പോയി. ഈ ഞെരുങ്ങിപ്പോയത് കൊണ്ടാണ് ഈ നെൽച്ചെടിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാകാതിരുന്നത്. വിത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, മണ്ണിൻ്റെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് ഈ നെൽച്ചെടിക്കൊപ്പം വളർന്ന കളകൾ കൊണ്ടാണ്. അതായത് കളകൾ വളരുന്ന ഒരു സാഹചര്യമുണ്ടായി, അല്ലെങ്കിൽ കളകൾ വളരാൻ അനുവദിച്ചു. ഈ കളകളെ പറിച്ചു കളഞ്ഞിരുന്നുവെങ്കിൽ, കളകളെ നീക്കിയിരുന്നുവെങ്കിൽ ഈ വിത്തുകളും നല്ല ഫലം ചൂടിയേനെ എന്ന് നമുക്ക് ഊഹിക്കാം. ഞാൻ ഈ ബൈബിൾ ഭാഗത്തെക്കുറിച്ച് ആഴമായി ചിന്തിച്ചപ്പോഴാണ് ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട ഒരു കഥ വളരെ അർത്ഥമുള്ള കഥയാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അത് ഒരു കഴുതയുടെ കഥയാണ്. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ കഥ കേട്ടിട്ടുണ്ടാകാം.
പക്ഷെ ഞാൻ എൻ്റെ ചിന്ത ആഴപ്പെടുത്താൻ വേണ്ടി ഈ കഥ ഒന്നും കൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കാം. ഒരു യജമാനന് ഒരു കഴുതി ഉണ്ടായിരുന്നു. അതിന് ഇത്തിരി പ്രായമൊക്കെ ആയി, നടക്കാനൊക്കെ ഇത്തിരി വിഷമമൊക്കെയാം, എങ്കിലും സാമാന്യം പണിയൊക്കെ എടുക്കും. ഒരു ദിവസം ഈ നടന്നു പോകുമ്പം ഈ കഴുത ഒരു വലിയ കുഴി വീണു. ഈ വലിയ കുഴി വീണപ്പോൾ ഇതിനെ പിടിച്ചു കയറ്റാണെന്നൊക്കെ യജമാനന് ആഗ്രഹമുണ്ട്. യജമാനൻ ചിന്തിച്ചു, ഇതിനെ പിടിച്ചു കയറ്റിയാലും എത്ര കാലം കൂടി ഉപകാരം കിട്ടും? പ്രായമായി, അധികം കാലം കിട്ടിയല്ലോ. ഒന്ന്. രണ്ട്, ഇതിനെ വലിച്ചു കയറ്റണമെങ്കിൽ നല്ലൊരു ചെലവുണ്ട്. അതിനു വേണ്ടിയിട്ട് പണിക്കാരെ വിളിക്കണം, ഒത്തിരി കഷ്ടപ്പാടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനെ വലിച്ചു കയറ്റേണ്ട മൂല്യം വല്ല ഇതിനുണ്ടോ? മാത്രമല്ല, വീണപ്പോൾ ഇതിൻ്റെ കാലവല്ല ഒടിഞ്ഞു കാണും. പിന്നെ ഇതിനെ ചികിത്സിക്കണം, തീറ്റ കൊടുക്കണം, കുറേ കാര്യങ്ങൾ. യജമാനൻ കണക്ക് കൂട്ടിയപ്പോൾ ഈ കഴുതയെ വലിച്ചു കയറ്റുക എന്നുള്ളത് ലാഭകരമല്ല. അത് സാമ്പത്തിക നഷ്ടവും കഠിനാധ്വാനം വരുത്താം. അതുകൊണ്ട് ആ യജമാനൻ ഈ കഴുതയെ ഇങ്ങനെ ചിന്തിച്ചു, ഇതിനെ മണ്ണിട്ടങ്ങ് മൂടിയേക്കാം, ഏതായാലും കുഴി വീണു. അയാൾ ഉടനെ തന്നെ ഒരു തൂമ്പ എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ മണ്ണ് കളച്ച് ഈ കുഴിയിലേക്ക് ഇടാൻ തുടങ്ങി. കഴുത ബുദ്ധിയില്ലാത്ത മൃഗമാണെന്ന് പറഞ്ഞാലും ഈ കഥയിലെ കഴുതയ്ക്ക് ഇത്തിരി ബുദ്ധിയുണ്ട്. ഈ കഴുത ചിന്തിച്ചു, മണ്ണ് വീണപ്പോഴേ കഴുത ചിന്തിച്ചു, ഇതാ യജമാനൻ എന്നെ മൂടാൻ പോവാം, മണ്ണെൻ്റെ തലയിൽ വീണ് എൻ്റെ മേത്ത് വീണ് ഇതെന്നെ മൂടിപ്പോവും. പക്ഷെ എനിക്ക് രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ എന്താ മാർഗം? ആദ്യം മണ്ണ് വീണപ്പോൾ കഴുത കുറേ കരഞ്ഞു, കഴുത കുറേ ഒച്ച ഉണ്ടാക്കി, കഴുത കുറേ ബഹളം വെച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴുത ചിന്തിച്ചു, എന്തോ ഒരു ഒച്ച ഉണ്ടാക്കിയാലും എത്രമാത്രം ബഹളം വെച്ചാലും രക്ഷപ്പെടാൻ മാർഗമില്ല, കാരണം യജമാനൻ കൊല്ലാൻ തീരുമാനിച്ചിരിക്കാം. പക്ഷേ ഈ കഴുത ചിന്തിച്ചു, രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. എന്താണ്? ഈ യജമാനൻ അവിടുന്ന് ഓരോ തുമ്പ മണ്ണ് കളച്ചു കോരി വലിച്ച് ഈ കുഴിയിലേക്ക് ഇടുമ്പോൾ ഇത് തലേ വന്ന് വീഴുമ്പോൾ ഈ കഴുത ഒരു കാര്യം ചെയ്യും, ഈ കഴുത ഒന്ന് കുടയുമ്പോൾ ഈ മണ്ണ് താഴെ പോവും. അടുത്ത തുമ്പ വരുമ്പോഴും കഴുത കുടയും, പിന്നെ ഒന്ന് വട്ടം കറങ്ങും, അപ്പോൾ ഈ മണ്ണ് താഴെ പോവും. യജമാനൻ തീക്ഷണതയോടെ ഈ മണ്ണ് വെട്ടിയിട്ടുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യവും കഴുത ഇങ്ങനെ തല കുലുക്കാനും കുടയാൻ തുടങ്ങി. യജമാനൻ ഉടനെ പണി തീർക്കാൻ വേണ്ടി വീണ്ടും ആവേശത്തെ കൊത്തി മൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കണ്ട രംഗം എന്താണെന്ന് വെച്ചാൽ, ഈ കഴുത ഈ കുഴിയിൽ നിന്ന് കയറി അങ്ങ് പോയി. യജമാനൻ നോക്കുമ്പോൾ കഴുത കുഴിയിൽ നിന്ന് നടന്നു കയറി പോകുന്നു. ഇതെങ്ങനെയാണ് ഈ കഴുത കയറിപ്പോയത്? ബുദ്ധിയില്ലെന്ന് പറഞ്ഞാലും തൻ്റെ ജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ പ്രായോഗികമായി കഴുത ചെയ്തു വെച്ച കാര്യം എന്താ? കഴുത തൻ്റെ മേത്ത് വീണ മണ്ണൊക്കെ കുറഞ്ഞു കളഞ്ഞു. ഈ മണ്ണൊക്കെ എൻ്റെ തലയിൽ നിൽക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ, എൻ്റെ തോളെ നിൽക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ, എൻ്റെ ഒപ്പം നിൽക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഇതെന്നെ മൂടിക്കളഞ്ഞനെ. കുടയുമ്പോൾ എന്താ സംഭവിച്ചത്? ഈ മണ്ണെല്ലാം താഴെ വീഴും. താഴെ വീഴുമ്പോൾ ഈ മണ്ണെല്ലാം കാലിൻ്റെ ചുവട്ടിലേക്കാണ് പോകുന്നത്. ഈ കാലിൻ്റെ ചുവട്ടിലേക്ക് പോകുമ്പോൾ കുഴി ഇങ്ങനെ മൂടി മൂടി വരും, കുഴി ഇങ്ങനെ നികന്നി വരും. അപ്പോൾ വീഴുന്ന ഒരു മണ്ണും തലയിലും ശരീരത്തിലും തങ്ങാൻ കഴുത സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത് താഴെ വീണ് കുഴി മൂടി മൂടി വന്നും കുറച്ച് മുകളിലെത്തിയപ്പം കഴുത കൂളായി ഒരു വിഷമമില്ലാതെ നടന്നു കയറിപ്പോയി. ഞാൻ ഈ കഴുതയെക്കുറിച്ച് ചിന്തിക്കും, എത്ര പ്രായോഗികമാണ് ജീവിതത്തിൽ വിജയിക്കാൻ കഴുത ചിന്തിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ പല ആൾക്കാരും മണ്ണിങ്ങനെ വെട്ടിയിടും. നമ്മുടെ തലയിലേക്കും വെട്ടിയിടും. നമ്മളെ മൂടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നമ്മളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ അന്നേരമൊക്കെ നമ്മൾ എന്താ ചെയ്തു വെക്കേണ്ടത്? അയ്യോ, എൻ്റെ തലയിൽ ഇത് വീണല്ലോ, എനിക്ക് ഈ ദുരന്തം സംഭവിച്ചല്ലോ എന്നോർത്ത് നമ്മൾ കരഞ്ഞും വിഷമിച്ച് നിന്നാൽ എന്ത് സംഭവിക്കും? ഇത് നമ്മളെ മൂടിക്കളയും, നമ്മളിതിന് താഴെ പോവും. മറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ഇതെൻ്റെ തലയിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കല്ല, ഞാൻ കുടഞ്ഞാലോ, ഞാൻ കുലുങ്ങിയാലോ ഈ മണ്ണ് താഴെ പോവും, ഇതിൻ്റെ മേളിൽ ഞാൻ കയറി വരും. അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിഷേധാത്മകമായ അനുഭവങ്ങൾ, അത് രോഗമാകാം, ദുരിതമാകാം, ഏത് വിധത്തിലുള്ള വിഷമങ്ങളാട്ടെ, ഇത് നമ്മുടെ തലയിൽ തങ്ങി നിൽക്കുമ്പോഴാണ് ഇത് നമുക്ക് നാശമായി മാറുന്നത്. മറിച്ച് ഇതിനെ കുടഞ്ഞു കളയാൻ തയ്യാറായാലോ ആ നേരത്ത് ഇത് നമുക്ക് ചവിട്ടിക്കയറാനുള്ള പടികളായി മാറും, ചവിട്ടി നിൽക്കേണ്ട മണ്ണായി മാറും.
അതായത് ഈ ചെടിയുടെ വിതക്കാരൻ്റെ കഥയിൽ ഈശോ പറഞ്ഞതിൻ്റെ മറുവാക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കളകൾ നമ്മുടെ കൂടെ വളർന്നാൽ അത് നമ്മൾ നെരുക്കിക്കളയും. പക്ഷേ ഈ കളകൾ പറിച്ചു കളഞ്ഞായിരുന്നെങ്കിലോ, കളകളെ ചവിട്ടി വധിച്ചിരുന്നെങ്കിലോ നമുക്ക് വളർന്നു പോകാമായിരുന്നു. എല്ലാവരുടെ ജീവിതവും എന്നും 100% സുഖകരമായ ജീവിതങ്ങളല്ല. ജീവിതത്തിൽ നെഗറ്റീവായ നിഷേധാത്മക അനുഭവങ്ങളുടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ജീവിതത്തിൽ ചില കുറവുകളുള്ളതാകാം, പോരായ്മ ഉള്ളതായിരിക്കാം. പക്ഷെ എന്തു ചെയ്യണം? ഇതെല്ലാം ഓർത്ത് നമ്മൾ അയ്യോ എനിക്കത് സംഭവിച്ചല്ലോ എന്നോർത്ത് കരഞ്ഞും വിഷമിച്ചിരുന്നാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ജീവിതത്തിൽ 2 തരം ദുരന്തങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർ തരുന്ന ദുരന്തങ്ങൾ. 2, അനിവാര്യമായ ദുരന്തങ്ങൾ. അനിവാര്യമായ ദുരന്തം എന്ന് പറഞ്ഞാൽ നമ്മളൊരു തെറ്റും ചെയ്തിട്ടല്ല, നമ്മളൊരു അബദ്ധം കാണിച്ചില്ല. ചില കാര്യങ്ങൾ വന്ന് ഭവിക്കും. ഈ കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് വന്ന് കയറുക. ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പം നടന്നു പോവുക, ഒരു വണ്ടി വന്ന് എന്നെ ഇടിക്കുന്നു. ഞാൻ റോട്ടിൽ വല്ലതും നടക്കുന്ന, റോട്ടിൽ നിന്ന് സൈഡ് മാറി അപ്പുറത്ത് നിൽക്കുമ്പം ബ്രേക്ക് പൊട്ടി ഒരു വണ്ടി വന്ന് ഇടിച്ചു. ഞാനൊരു തെറ്റ് ചെയ്തിട്ടാണോ? അല്ല. ഈ ഇടിച്ച് എനിക്ക് കാല് ഒടിഞ്ഞാൽ ഈ കാല് വെച്ചിട്ട് ഞാൻ കിടക്കേണ്ടി വരും. അത് അനിവാര്യമായ ദുരന്തങ്ങളാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇത് വന്ന് കയറിക്കോളും ജീവിതത്തിൽ. ജാഥയിൽ ആൾ വരുന്നവർ ചില ജീവിതങ്ങളിൽ വന്ന് കയറും ചില ദുരന്തങ്ങൾ. ചിലത് മറ്റുള്ളവർ ബോധപൂർവം തരുന്നതാണ്. ഇപ്പം മലബാറിൽ ഹൈ റേഞ്ചിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചില മലയുടെ മുകളിൽ വീട് വെക്കും. സ്ഥലം അവിടെ ഉണ്ടായിരിക്കുമായിരിക്കും. വീട് വെക്കുമ്പോൾ അങ്ങോട്ട് റോഡൊന്നും വെട്ടാൻ പറ്റിയല്ല, അങ്ങോട്ട് ഒതുക്കല്ല് കയറിയോ ചാടിക്കയറിയോ പോണ്ടി വരും. പക്ഷെ എന്നാലും ഈ കല്ലും മണ്ണും ചുവന്ന് കയറ്റിപ്പോലും അവർ വീട് വെക്കും. വീട് അവർക്ക് ആവശ്യമാണ്. അയ്യോ അങ്ങോട്ട് വണ്ടി വരികയല്ലോ, അല്ലെങ്കിൽ കല്ല് കൊണ്ടുപോകാൻ പറ്റിയല്ലോ എന്ന് വെച്ച് വീട് വെക്കാതിരിക്കുകയല്ല, മറിച്ച് ഈ ജീവിതത്തിൻ്റെ ഈ നെഗറ്റീവ് അവസ്ഥയെ അവരങ്ങ് സ്വീകരിക്കും. അനിവാര്യമാണ്, എനിക്ക് മാറ്റാൻ പറ്റാത്തതാണ്. ഈ മാറ്റാൻ പറ്റാത്തതിനെ സ്വീകരിച്ചു കഴിയുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുന്നത്. അസീസി പുണ്യവാൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്ന മനോഹരമായ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നില്ലേ, കർത്താവെ മാറ്റാൻ പറ്റാത്തതൊക്കെയും മാറ്റാൻ പറ്റുകയില്ല എന്നുള്ള അറിവ് എനിക്ക് നൽകണമെന്നും. ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അനിവാര്യമായ ദുരന്തങ്ങളുണ്ട്, അത് മാറ്റാൻ പറ്റുകയില്ല. മാറ്റാൻ പറ്റാത്ത നമ്മൾ എനിക്ക് ഇങ്ങനെയായിപ്പോയല്ലോ, ഞാൻ ഇങ്ങനെയായിപ്പോയല്ലോ എന്നൊക്കെ കരഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് കയറിപ്പോകാൻ പറ്റില്ല. മറിച്ച് ഇത് അനിവാര്യമാണ്, ദുരന്തമാണ്. സ്വീകരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ വിജയിക്കാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. രണ്ടാമതായി, മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ നൽകും. ചിലർ റോഡൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, റോഡിന് വീതി കുറവാണ് ചില പാലങ്ങൾക്ക്. കാരണം ഒരു വണ്ടി പോകാനുള്ള വീതിയുള്ളൂ. 2 വണ്ടി വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു വണ്ടി അപ്പുറം നിർത്തിയിട്ട് ഇത് കടന്നു പോയിട്ടേ അത് കടന്നു പോകാൻ പറ്റുള്ളൂ. ഈ പാലത്തിന്, ഈ റോഡിന് വീതി കുറയാൻ കാരണം എന്താ? മറ്റുള്ളവർ ചുറ്റിലും മതിൽ കെട്ടിയതുകൊണ്ടാണ്. 2 വശത്തുനിന്നും മതിൽ കെട്ടി വേലി കെട്ടി കഴിയുമ്പം ഈ വഴി ഇടുങ്ങിപ്പോയി. ഇത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ദുരിതങ്ങളാണത്. അതായത് ജീവിതത്തിൽ 2 തരം ദുരിതങ്ങൾ. ഒന്ന്, അനിവാര്യമായ ദുരന്തങ്ങൾ. 2, മറ്റുള്ളവർ നൽകുന്ന ദുരിതങ്ങൾ. ഈ 2 ദുരിതങ്ങളുടെ മേലെയാണ് പലപ്പോഴും പലരും പരാജയപ്പെട്ടു പോകുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ദുരിതങ്ങളും നഷ്ടങ്ങളും വേറെ. നമ്മുടെ ദുശീലം കാരണം, തിന്മ കാരണം ഉണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതവിടെ മാറി നിൽക്കട്ടെ. അല്ലാതെ 2 വിധം ദുരിതങ്ങൾ. ഒന്ന്, മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ദുരിതങ്ങൾ. 2, അനിവാര്യമായ ദുരിതങ്ങൾ. എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ദുരിതങ്ങളുടെ മേൽ കരഞ്ഞുകൊണ്ടിരുന്നിട്ടോ, ഒരുപാട് സങ്കടപ്പെട്ടിരുന്നിട്ടോ, എല്ലാവരെയും കുറ്റം പറഞ്ഞിരുന്നിട്ടോ നമ്മുടെ ദുരിതം മാറിയല്ല. ഈ തലയെ മണ്ണ് വീഴുമ്പോൾ എന്ത് ചെയ്യണം? ഞാനത് കുടഞ്ഞു കളഞ്ഞാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ പ്രിയപ്പെട്ട ഇങ്ങനെ ചിന്തിക്കാം, നമ്മുടെ ഒരാളുടെ ജീവിതത്തിൽ, നമ്മുടെ ചെറുപ്രായത്തിന് അമ്മയോ അപ്പനോ ആരോ മരിച്ചുപോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നല്ലോ. എനിക്ക് അമ്മയില്ലേ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലേ എന്ന് പറഞ്ഞ് എന്നും അസ്വസ്ഥപ്പെടുകയും അതിൻ്റെ വിഷമം കൊണ്ടു നടക്കുകയും അമ്മയുടെ സ്നേഹം കിട്ടാത്ത ദേഷ്യം കൊണ്ടുനടക്കുകയും പിന്നെ അതുമൂലം ദുസ്വഭാവങ്ങളെ പോവുകയും ചെയ്താൽ ആരാണ് നശിക്കുന്നത്? നമ്മൾ തന്നെയാണ് നശിക്കുന്നത്. മറിച്ച് ശരിയാ, അമ്മയില്ല, അതൊരു യാഥാർത്ഥ്യമാണ്.
അമ്മയുടെ സ്നേഹം കിട്ടില്ല, അത് യാഥാർത്ഥ്യ എന്ന് വെച്ച് ജീവിതത്തിൽ ഞാൻ കരയേല, എനിക്ക് കുറച്ചും കൂടി നന്നായി ജീവിക്കാൻ പറ്റും, എനിക്ക് ജീവിതത്തിൽ കിട്ടാത്ത സ്നേഹം മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ വിശുദ്ധരായി മാറും. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ വളർച്ച ഉണ്ടാകും, അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉയർച്ച ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട അങ്ങനെയാണ്. ചില സംഭവങ്ങൾ അനിവാര്യമാണ്, നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. ഉദാഹരണം, ഒരാൾ ചിന്തിക്കുക, ജന്മന അംഗവൈകല്യമുള്ള ആളാണ്, അംഗവൈകല്യമുണ്ട്, ഷോ എൻ്റെ ജീവിതം തീർന്നു പോയേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരുന്നാൽ രക്ഷപ്പെടാൻ പറ്റുമോ? നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന, ചിലപ്പോൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള പാലാക്കാരൻ ജോബി മാത്യുവിൻ്റെ കഥ നിങ്ങൾ ഓർത്ത് വെക്കുന്ന നല്ലതാണ്. അതായത് പാലായിക്കടുത്തെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്നവൻ, അവൻ ജന്മനാ തന്നെ അരയ്ക്ക് താവട്ട് കാലില്ലാത്തവൻ, അരയ്ക്ക് മുകളിലോട്ട് ശരീരമുള്ളൂ, കൈ കുത്തിയാണ് എലിങ്ങ് നടക്കുന്നത്, കാലില്ല. സ്കൂളിൽ പോകണമെങ്കിൽ ഇതിനിങ്ങനെ ഒരു കൊട്ട പോലെ കൊണ്ടേ വെക്കും, അവിടെ കൊണ്ടേ വെക്കും, അവിടെ ഇരിക്കും. ബാക്കി എല്ലാ കഴിവുകളുണ്ട്, ചിന്തിക്കാനാവും, സ്നേഹിക്കാനാവും, സംസാരിക്കാനാവും, കെട്ടിപ്പിടിക്കാനാവും. പ്രത്യേകിച്ച് കൈ കുത്തിയൊക്കെ നടക്കുന്നതുകൊണ്ട് കൈക്ക് നല്ല ബലമുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടേ ക്ലാസ്സിൽ കൊണ്ടിരുത്തും. എല്ലാവരും കളിക്കാൻ പോകാൻ പറ്റില്ല. തൻ്റെ സമപ്രായക്കാരൊക്കെ ഓടുകയും ചാടുകയും ചെയ്യുമ്പോൾ ഒന്നും പറ്റാതെ, ഒരു ജോലി ചെയ്യാൻ പറ്റാതെ വരാന്തയിൽ കുത്തിയെന്ന് കരഞ്ഞൊരു പയ്യൻ. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പം ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോൾ ഈ പയ്യൻ ചിന്തിച്ചു, എനിക്ക് കാലില്ലെങ്കിലും എനിക്ക് നല്ല ബലമുള്ള കൈയുണ്ട്, പ്രത്യേകിച്ച് കൈ കൂത്തി നടന്നൊരു കൈക്ക് നല്ല മസിലുമുണ്ട്, ബലമുണ്ട്. അപ്പോഴാണ് കൈകൊണ്ട് മാത്രം നടത്താവുന്നൊരു കളിയെക്കുറിച്ച് കേൾക്കുന്നത്, പഞ്ചഗുസ്തി മത്സരത്തിൽ കൈക്ക് നല്ല ബലമാണ്. അവൻ്റെ കാലിനൊന്നും ബലത്തിന്, ഈ കൈക്ക് നല്ല ബലമുണ്ട്, ഇവന് കൈ കൊണ്ട് മസിൽ പിടിച്ച് ആരെയും തോപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ആ ജോബിയുടെ കഥ മുന്നോട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? അവനിങ്ങനെ ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തെ മത്സരിച്ച് പങ്കെടുത്തു, ഇന്ത്യയിൽ ഒന്നാമനായി. അവസാനം ലോക ചാമ്പ്യൻഷിപ്പിൽ പഞ്ചഗുസ്തി മത്സരത്തിൽ ലോക ചാമ്പ്യനായി. ഞാൻ കണ്ടിട്ട് പോലില്ലാതെ ജോബിയെക്കുറിച്ച് ഓർക്കും. അതായത് ജീവിതത്തിൽ എനിക്കൊരു അനിവാര്യമായ ദുരന്തമുണ്ട്, ഈ ദുരന്തമുണ്ട് എന്നതുകൊണ്ട് ഞാൻ പരാജയപ്പെടുകയില്ല, ഇത് ഞാനങ്ങ് കുറഞ്ഞു കളയാൻ പോവാം, ഞാൻ വിജയിക്കും. പ്രിയപ്പെട്ട, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചില അനിവാര്യമായ ദുരന്തങ്ങൾ കാണും. ചിലർക്ക് കണ്ണിന് ജന്മന കാഴ്ചയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ജീവിതത്തിൽ എല്ലാവരും പരാജയപ്പെട്ടു. കാഴ്ചയില്ലാത്ത എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ ജീവിതത്തിൽ ചെവി കേൾക്കാൻ വയ്യാത്തവരുണ്ട്, സംസാരിക്കാനാവാത്തുണ്ട്, മൂകരും ബധിരരുമായ ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മദർഹോം ധ്യാന കേന്ദ്രത്തിൽ മൂകരും ബധിരരുമായ ആളുകളുടെ ധ്യാനം നടന്നു. 100ഓളം പേര് പങ്കെടുത്തു. ഞാൻ അനുഭവത്തോടെ നോക്കി നിൽക്കാറുണ്ട്. കാരണം അവർക്ക് സംസാരിക്കാനാവുകയില്ല, ചെവി കേൾക്കാനാവില്ല. പക്ഷേ അവർ അവരുടെ ആംഗ്യ ഭാഷയിൽ എല്ലാ കാര്യവും പറയുന്നുണ്ട്, എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. ഇതിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വണ്ടി ഓടിക്കുന്നവരെ ഞാൻ കണ്ടു. ഞാൻ ചെയ്തു, ദൈവമേ, ചെവി കേൾക്കാൻ വേദന വണ്ടി, പക്ഷേ അവന് കാണാം, അവന് ക്രമീകരിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട്. സർക്കാർ ജോലി ചെയ്യുന്നവരുണ്ട്. മാത്രമല്ല ജീവിതത്തിൽ സമസ്ത വിവാഹം കഴിച്ചും കുഞ്ഞുങ്ങളും കുടുംബമായി ജീവിക്കുന്നവരുണ്ട്. നന്നായി കൃഷിപ്പണി ചെയ്യുന്നവരുണ്ട്, നന്നായി ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതായത് തൻ്റെ ഈ കുറവിന് ഉപരിയായി ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നവർക്കാണ് വിജയം. എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് കരയുന്നവർക്ക് ഈ മണ്ണ് തലയിൽ വീഴുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ അനിവാര്യമായ ദുരന്തങ്ങളെ നിങ്ങൾ സ്വീകരിച്ച് കുറഞ്ഞു കളയണം. ഈ തലയെ കൊണ്ട് നടന്നേക്കരുത്. അപ്പോഴാണ് നമ്മൾ വിജയിക്കാൻ പോകുന്നത്, അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറവ് സംഭവിക്കും. ചില ആളുകളായിരിക്കാം നമ്മളെ മനഃപൂർവ്വം പീഡിപ്പിക്കുന്നത്. ഈ യജമാനൻ മണ്ണ് തലയിൽ കോരിടുന്നു, താഴെ കിടന്ന് യജമാനൻ എന്തോരം പ്രാഗിയാലും, യജമാനൻ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞാലും വേണ്ടില്ല, ഈ യജമാനൻ മണ്ണ് വാരിട്ട് നിർത്തിയല്ല. മറിച്ച് ഞാൻ ചിന്തിക്കണം, മറ്റുള്ളവരെ എന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലും എനിക്ക് മുന്നോട്ട് പോകണം എന്ന് നിശ്ചയിച്ചാൽ നമ്മൾ കയറിപ്പോവും. പ്രിയപ്പെട്ട, ചില ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ അപവാദം പറഞ്ഞു, നുണ പറഞ്ഞു, കുറ്റപ്പെടുത്തി, അധിക്ഷേപിച്ചു. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. നിങ്ങൾക്ക് എതിരുകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കണം, നിങ്ങൾക്ക് എന്തോ നന്മയുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എതിരുണ്ടാകുന്നത്. എന്തെങ്കിലും നന്മയുണ്ട്, ഈ നന്മ കാരണമാണ് അവർ നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നത്.
ആ നന്മ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ വിമർശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിലെ നന്മ നിങ്ങൾ ഉജ്ജ്വലിപ്പിച്ചെടുക്കണം. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നന്മയെ നിങ്ങൾ വളർത്തിയെടുക്കണം. അല്ലാണ്ട് അവരിങ്ങനെ കുറ്റം പറഞ്ഞല്ലോ എന്നോർത്ത് കരഞ്ഞു മോങ്ങിയിരുന്ന നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 10-ാം വചനമുണ്ട്, ഞാൻ ഇപ്പോഴും മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? ആയിരുന്നുവെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ലാഞ്ഞും. മനുഷ്യൻ പറയുന്ന ആ വാക്കും ഈ വാക്കും അവർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നെ ഒരുപാട് സ്വാധീനിക്കുന്നത്. തീർച്ചയായും അവർ കുറ്റം പറയും, വിമർശിക്കും. പക്ഷെ പ്രിയപ്പെട്ടവർ ഓർക്കണം, ആ കുറ്റപ്പെടുത്തലൊക്കെ വിമർശനങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ ഉയരണമെന്ന് ചിന്തിച്ചാൽ നമ്മൾ വിജയിച്ചു പോകും. ഇതൊക്കെ തലയെ കൊണ്ടുവന്ന് അവരെങ്ങനെ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്കെന്നും ദുഃഖമാണ്. ഞാൻ വ്യക്തിപരമായ ജീവിതത്തിൽ ചിന്തിക്കും, ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് അപവാദങ്ങളും ഒരുപാട് അസ്വസ്ഥതകളും കേട്ടിട്ടുണ്ട്. കേൾക്കുന്ന ചിലപ്പോൾ 1-2 ദിവസങ്ങളൊരു വിഷമമായിരിക്കും. അത് കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കും, അവർ പറയട്ടെ, അവരങ്ങനെ ചെയ്യട്ടെ, അത് കുടഞ്ഞു കളയുക. അത് കുടഞ്ഞു കളയുമ്പോൾ പിന്നെ അത് നമുക്ക് ഭാരമല്ല, പിന്നെ നമ്മൾ കയറുക. അതിൻ്റെ മേലെയാണ് നമ്മൾ ചവിട്ടി കയറാൻ പോകുന്നത്. ടൂത്ത് പേസ്റ്റിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും. അത് ആ ട്യൂബിൻ്റെ അകത്തിരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കരുണയുടെ ജവമാല ഇല്ലായിരുന്നു, അത് ഇറങ്ങി വരികയില്ല. അത് ഞെക്കണം. ട്യൂബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വർഗസ്നേതാവ് എല്ലാലും ഇതിറങ്ങി വരികയില്ല, ഞെക്കിയാലേ ഇത് പുറത്ത് വരുള്ളൂ. ജീവിതത്തെ ഓർത്ത് വെക്കണം, ഇങ്ങനെയുള്ള ചില ഞെക്കലുകൾ, ഇങ്ങനെയുള്ള ചില പ്രസിങ്ങുകൾ, ഇതാണ് നമ്മുടെ നന്മ പുറത്തുണ്ടാകുന്നത്. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില അപവാദങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമുക്കൊരു ശക്തിയായിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ ചിന്തിക്കുന്നത്. ജീവിതത്തിലെ നിഷേധാത്മക അനുഭവങ്ങൾ, ജീവിതത്തിലെ ദുരന്തങ്ങൾ, അപവാദങ്ങൾ, ഇതാണ് എപ്പോഴും വളരെ പ്രചോദനം കൊടുക്കുക. അവർ പറയുന്നതിൽ നല്ല കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നു, ഇല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യരുത്, അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അതെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അവർ പെരുമാറുന്നതിനോടൊക്കെ ഉത്തരം പറയാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ലൂക്കാസ് സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ യേശു ജെറുസലേമിലേക്ക് പോവുകയാണ്. സമറിയാക്കാരുടെ പട്ടണത്തിലൂടെ പോകുമ്പോൾ സമറിയാക്കാർ യേശുവിനെ അധിക്ഷേപിക്കുകയാണ്. ശിഷ്യന്മാരെ നേരത്തെ വിട്ട് ചോദിച്ചതാ, ഇതിലെ പൊയ്ക്കോട്ടെന്ന്. അവർ യേശുവിനെ അധിക്ഷേപിച്ചു. ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, എൻ്റെ കർത്താവേ, അവർ നിന്നെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു, അവർ നിന്നെ കുറ്റപ്പെടുത്തി. കർത്താവെ, അവരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. കർത്താവിന് വരെ അവരെ ദ്രോഹിക്കാം. പക്ഷെ കർത്താവ് എന്താ, ആ വചനം എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അവൻ ശിഷ്യന്മാരെ ശാസിച്ചു. അതിനേക്കാളും അടുത്ത വചനം പ്രധാനപ്പെട്ടത്, അവൻ വേറൊരു വഴിയെ നഗരത്തിലേക്ക് പോയി. അവരോട് തർക്കിക്കാൻ പോയില്ല, അവരോട് കലഹിക്കാൻ പോയില്ല. അവരങ്ങനെ പറയട്ടെ, പക്ഷേ ഞാൻ വേറെ വഴിയെ മുന്നോട്ട് പോകണം. ജെറുസലേമിലേക്ക് ഞാൻ പോകണം. ഞാൻ ജെറുസലേമിലേക്ക് പോകേണ്ട ദൈവനിശ്ചയമാണ്. ഇത് ആരെങ്കിലുമൊക്കെ ഒരു അപവാദം പറഞ്ഞു, ഒരു കുറ്റപ്പെടുത്തൽ പറഞ്ഞു, 2 തെറി പറഞ്ഞു, ഇതിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തെ ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കില്ല. ഇവിടെ ഇവരോട് യുദ്ധം ചെയ്ത് ഇവിടെ തെറി പറഞ്ഞ് ബഹളക്കുണ്ടാക്കി എൻ്റെ ദൗത്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കേണ്ടതല്ല, മറിച്ച് ഞാൻ മുന്നോട്ട് പോകണം. അതായത് കുറ്റം പറയുന്നവരുണ്ട്, അപവാദം പറയുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്, എല്ലാ കാലഘട്ടത്തിലുണ്ട്. ചിലരുടെ ജന്മത്തിൽ അതുണ്ട്. ഞാൻ ചില ആളുകളെ കാണുമ്പോൾ എനിക്കറിയാം, ചില ആളുകൾക്ക് എന്നും ആരെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവർ മുന്നോട്ട് തന്നെ പോകണം. ഇതുപോലെ തന്നെയാണ് ചിലരെ ഓർക്കണം, നിൻ്റെ ജന്മത്തിൽ ചിലരൊക്കെ നിന്നെ കുറ്റപ്പെടുന്നൊരു യോഗമാണ് നിനക്കുള്ളത്. ഒരു രാജയോഗം എന്ന് പറയുന്നത് പോലെ തന്നെ നിനക്കൊരു യോഗമാണ് എപ്പോഴും ഇങ്ങനെ ആരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അപ്പം നീ ഓർക്കെന്താ, ഈ യോഗം സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം നീ. ഞാനൊരിക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇടവകയിൽ ആദ്യമായി വികാരിയെ ചെന്ന കാലഘട്ടം, ആരോ എന്തോ കുറ്റം പറഞ്ഞു എന്നൊരു വിഷമം കൊണ്ട് ഒരു ദിവസം ഞാൻ എൻ്റെ പള്ളിമുറിയുടെ വരാന്തയിൽ കുത്തിയിരിക്കുക. കറണ്ട് പോലുമില്ലാത്ത കുഞ്ഞിടവക. ഞാനവിടെ ആ പള്ളിമുറിയുടെ വരാന്തയിൽ നിലത്തിങ്ങനെ ശാന്തമായിരുന്നു. ഞാൻ ഇത്രയും ആത്മാർത്ഥം അധ്വാനിച്ചു, എല്ലാവരുടെയും വീട് കയറി ഇറങ്ങി പിരിവൊക്കെ നടത്തി, ഒരു കെട്ടിടം പണിയെക്കുറിച്ചാണ്. എന്നിട്ടും ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അച്ഛൻ പൈസ കട്ടെടുത്തു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞല്ലോ. ഇതെന്നോട് എനിക്ക് ഭക്ഷണം തരുന്ന കപ്പ്യാർ വന്നുകൊണ്ട് പറഞ്ഞു. അവൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ടിരുന്നത്. സിസ്റ്റേഴ്സ് പോലില്ലാത്ത, കറണ്ട് പോലില്ലാത്ത കുഞ്ഞിടവ് ജീവിക്കുന്ന കാലഘട്ടം. അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴും ഈ ആൾക്കാർ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് വിഷമിച്ച് ഞാനൊരു സന്ധിക്കിരിക്കാം. അപ്പോഴാണ് എൻ്റെ ഒരു കൈക്കാരനായ മത്തൻ ചേട്ടൻ വൈകുന്നേരം വന്നതും. എന്നും വൈകുന്നേരം അയാൾ വരും.
അയാൾ വന്നപ്പോൾ ഞാൻ വിളക്ക് പോലും കത്തിച്ചിട്ടില്ല, നിലത്ത് കുത്തിയിരിക്കുക. അയാൾ അന്നേരം വിളക്ക് കത്തി ചോദിച്ചു, അച്ഛാ എന്നാ അച്ഛാ ഇവിടെ ഇരിക്കുന്ന അച്ഛാന്ന് ചോദിച്ചു. അച്ഛൻ എന്നാ അച്ഛാ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പറയും, എൻ്റെ പൊന്നും മതം ചേട്ടാ, എനിക്ക് ഭയങ്കര വിഷമമാണ്. ഒന്നാമത് ഞാൻ എത്ര ആഗ്രഹത്തോടെ ഇടവേ വന്നതാണ്, എത്ര ആഗ്രഹത്തോടെ എങ്ങനെ ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത്, എന്നിട്ട് എന്നെ ആൾക്കാരിങ്ങനെ വിമർശിച്ചല്ലോ, എനിക്ക് സങ്കടം. അതുകൊണ്ട് ഞാൻ ഉടനകത്ത് നീ ഒന്നും ചെയ്യുന്നില്ല, അടുത്ത വർഷം നീ സ്ഥലം മാറ്റം മേടിച്ച് പോകാൻ പോവാം. മത്തച്ചേട്ടൻ തീപ്പെട്ടി ഉരച്ച് ഈ വിളക്കത്തിക്കാൻ പറഞ്ഞു, എൻ്റെ അച്ഛനെ ഇടവക വന്നിട്ട് കുറച്ച് ആളല്ല ചായുള്ളൂ. അച്ഛാ ആൾക്കാർ ഞങ്ങൾ അൽമാരെങ്ങനെയല്ല അച്ഛാ, അച്ഛന്മാരെ വിമർശിക്കും അച്ഛാ, ഞങ്ങളുടെ പണി അതാ അച്ഛാ. ഞങ്ങൾ അച്ഛനെ കുറ്റപ്പെടുത്തി പറയുക, അച്ഛൻ പിരിവുകാരാണെന്ന് പറയുക, അച്ഛൻ ഞങ്ങൾ വഴക്കുണ്ട്, ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതോർത്ത് അച്ഛൻ വിഷമിച്ച അച്ഛന് മുന്നോട്ട് പോകാൻ പറ്റുമോ അച്ഛാ? അയാൾ എന്നോട്ടൊരു കഥ പറഞ്ഞു, അച്ഛന് മോട്ടോർ സൈക്കിൾ ഇല്ല അച്ഛാ. ഞാൻ പറഞ്ഞുകൊണ്ട് മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോകുമ്പോൾ ചിലപ്പോൾ പട്ടിയൊക്കെ ചാടാറില്ല അച്ഛാ മോട്ടോർ സൈക്കിൾ എടുത്തേക്ക്. ഞാൻ പറഞ്ഞുകൊണ്ട് ചില പട്ടിക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, മോട്ടോർ സൈക്കിൾ ഒച്ചകെട്ട് ചാടിച്ചു വരും. അങ്ങനെ പട്ടി ചാടി വരുമ്പോൾ കുറച്ച് വരുമ്പോൾ അച്ഛൻ എന്നതാ അച്ഛാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എന്നാ ചെയ്യുന്നത്? ഞാൻ ഒന്നെങ്കിൽ പതുക്കെ സ്ലോ ആക്കിയിട്ട് പട്ടി പോകാൻ നിൽക്കും, ഇല്ലെങ്കിൽ സ്പീഡ് കൂട്ടി ഓടിച്ചു പോകും. അയാൾ പറഞ്ഞു, അച്ഛാ ജീവിതം അങ്ങനെ തന്നെ അച്ഛാ, അച്ഛൻ വണ്ടി നിർത്തുന്നത് അച്ഛാ, അച്ഛൻ പള്ളി കുർബാനയ്ക്ക് പോവാ അച്ഛാ, അച്ഛൻ ഓടിച്ചൊക്കെ പൊക്കോ അച്ഛാന്ന് പറഞ്ഞു. ഇന്ന് പൗരോഹിത്യത്തിന് 30 വർഷം കഴിയുമ്പോഴും ഞാൻ ഈ മതച്ചാരനെ ഓർക്കും. ജീവിതത്തിലെ നെഗറ്റീവായ ആരോപണങ്ങളും അപവാദങ്ങളെയൊക്കെ കുടഞ്ഞു കളയാൻ പഠിച്ചാലേ മുന്നോട്ട് പോകും. ജീവിതത്തിൽ ഉയരുന്ന ഏതൊരു വ്യക്തിയും അടിസ്ഥാനപരമായി കൊണ്ടുനടക്കുന്ന മനോഭാവത പ്രിയപ്പെട്ടവരെ. അത് വളരുന്ന ഏത് വ്യക്തിക്ക് ജീവിതത്തിലും എന്നും ആരോപണങ്ങളുണ്ട്, പക്ഷേ അത് തലവെക്കരുത്, കുടഞ്ഞു കളഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ നമ്മളാകുന്ന വിത്ത് നന്നായി വളർന്നു പൊങ്ങി നല്ല കതിരായി 100 മേനി ഫലം ചൂടുന്ന അനുഭവത്തേക്ക് വരും. അതുകൊണ്ട് ആരോപണങ്ങളും അപവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും കേട്ട് മനസ്സ് വിഷമിക്കുന്നതൊക്കെ ഇന്ന് ഈ ദിവികാരൻ്റെ നാല് മുമ്പിൽ നിന്നുകൊണ്ട് ഒന്ന് കുടഞ്ഞു കളഞ്ഞേക്ക് പോട്ടെന്നേ, അവരങ്ങനെ പറയട്ടെ, നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവല്ലേ നമ്മുടെ കൂടെയുള്ളത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, നല്ല ദൈവമേ, കുരിശും വഹിച്ചു കാൽവരിയോളം നടന്നുപോയ കർത്താവേ, ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും നിൻ്റെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. മറ്റുള്ളവർ പറഞ്ഞ വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ, മനസ്സിൽ വിഷമുണ്ടെങ്കിലും ഇതെല്ലാം കുടഞ്ഞു കളയാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഒന്നും തലയിൽ ചുമക്കാതെ ജീവിത ദൗത്യങ്ങളുടെ പുറകെ പോകുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഇന്ന് ഞങ്ങൾക്ക് ബലം നൽകണമേ, ഉണർവ് നൽകണമേ, വിജയിക്കാനുള്ള ആത്മീയ ശക്തി പരിശുദ്ധാത്മാവ് നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.